നല്ലതോ ചീത്തയോ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും നാളെ നിങ്ങളിലേക്ക് തന്നെ വന്ന് ചേരുന്നതായിരിക്കും. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഒന്നിലും തൃപ്തി വരാത്തവരാണ് നമ്മൾ. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും അവരാകാൻ നമുക്കോ നമ്മളാകാൻ അവർക്കോ കഴിയില്ല എന്നതാണ് സത്യം. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിന് ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത്. കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവവും ആകരുത്. അങ്ങനെ ആയാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തെറ്റും ശരിയും തുറന്ന് പറയേണ്ടിടത്ത് പറഞ്ഞു തന്നെ ശീലിക്കുക. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. കൊടുക്കാൻ ശീലിച്ചവർക്കെല്ലാം ധാരാളം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഒന്നുമില്ലായ്മയുടെ വിഷമം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു ജ്ഞാനിയും വിഡ്ഢിയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, ആദ്യത്തെയാൾ തനിക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളതിനു വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്, രണ്ടാമത്തെയാൾ ഇഷ്ടപ്പെടുന്നതെല്ലാം ആഗ്രഹിക്കുന്നു. ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ നമ്മൾ അവർക്ക് നൽകുന്ന പരിഗണനയാണ്. നമ്മളെ അവഗണിക്കുന്നവരെ എത്രയും വേഗം ഒഴിവാക്കണം. ഒരിക്കലും അവരുടെ പരിഗണനയ്ക്കായി നാം കാത്തു നിൽക്കരുത്. നമ്മളിലെ കോപാഗ്നി ആളിക്കത്തുന്നത് അല്പനേരത്തേക്ക് മാത്രമായിരിക്കും. പക്ഷേ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവുമായിരിക്കും. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ ചുവടുകളും കരുതലോടെ വേണം നീങ്ങാൻ. പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവ തന്നെയായിരിക്കും മുന്നിലുണ്ടാവുക. നമുക്ക് ആരുമില്ല എന്നോർത്ത് ദുഃഖിക്കുന്നതിലും നല്ലത് നമ്മൾ ആർക്കും ഭാരമാകുന്നില്ല എന്നോർത്ത് സന്തോഷിക്കുന്നതല്ലേ. ചില സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ശരീരത്തിൻ്റെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയാണ് ആവശ്യം. ഏത് സാഹചര്യത്തിലും മനസ്സ് മടുപ്പിക്കരുത്. ഒരു നാൾ വിജയം നിങ്ങൾക്ക് മുന്നിൽ തലകുനിക്കും. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. ആരുടെയെങ്കിലും ദാരിദ്ര്യം കാരണം ബന്ധങ്ങൾ തകർക്കരുത്. കാരണം പണക്കാരുടെ വീട്ടിൽ കിട്ടാത്ത ബഹുമാനം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കിട്ടും. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. ചിലർ പുറം ചട്ട നോക്കി വിലയിരുത്തും, മറ്റു ചിലർ ആമുഖം നോക്കി വിലയിരുത്തും. എന്നാൽ ചുരുക്കം ചിലർ മാത്രം നമ്മൾ എന്ന പുസ്തകത്തെ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കും. അവർ എന്നും കൂടെയുണ്ടാവും, തനിച്ചാക്കില്ല. എല്ലാം ഉള്ളപ്പോൾ കൂടെ നിൽക്കുന്നവരെയല്ല, ഒന്നുമില്ലായ്മയിൽ ചേർത്ത് പിടിക്കുന്നവരോടാണ് കൂട്ടുകൂടേണ്ടതും കൂടെ നിർത്തേണ്ടതും. കാരണം ഏതവസ്ഥയിലും വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ളത് അവർ മാത്രമായിരിക്കും. ആരെയും എന്തും പറയാമെന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞ് കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ വരും. നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. ഒരാളെ ചേർത്തു നിർത്തുമ്പോൾ ഒറ്റയ്ക്കാക്കില്ല കൂടെയുണ്ടാവും എന്നൊരു വാക്ക് കൊടുക്കുമ്പോൾ ഓർക്കുക. പിന്നീട് അത് തിരുത്തി പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കൂടെ ഉണ്ടാവുമെന്നത് ഒരു വാക്കല്ല, വിശ്വാസമാണ്. ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്നുള്ള വിശ്വാസം. വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത്.
അതിന് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും. ഒരു നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നുപോകും. അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നഷ്ടങ്ങളെ ഓർത്ത് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ യഥാർത്ഥ നഷ്ടം.